Namaskaram, I'm Shanu Suresh. Welcome to the Super Dugout, a brand new series by Super League Kerala. We promise to bring you important individuals with stories that are the need of the hour and the conversations that we really need to have, especially around sport and especially around football in Kerala. Today, we have two, yes, not one, but two important guests. അവരെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വലിയ നീണ്ട ഒരു ഇൻട്രഡക്ഷൻ ആയിരിക്കും. സോ ഐ ജസ്റ്റ് കട്ട് ഇറ്റ് ഷോർട്ട്, കീപ് ഇറ്റ് ക്രിസ്പ് ആൻഡ് ടെൽ യു ഹൂ ദേ ആർ. വി ഹാവ് നവാസ് മീറാൻ, who is the president of the Kerala Football Association, and joining us would also be Anil Kumar Prabhakaran, who was a former General Secretary of AIFF and also very actively involved in the Kerala football scene, representing us on a global stage. So many accolades to his name. Now, let's get straight into the episode of the Super Dugout right here. I'm joined by two stalwarts with me right now, Nawaz and Anil. Thank you so much for being here on the Super Dugout. Namaskaram and welcome once again. Thank you. Honestly, this is ഒരു വലിയൊരു ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്തൊരു മൊമെന്റ് ആണ് എനിക്ക് തോന്നുന്നത്. കാരണം you guys, like the Super League Kerala has come into season 2, and that too within each match having its own stadiums, right? There's a lot of development, not just for the game, but also for Kerala. First, tell me, how do both of you feel about that? I'll start with you, Nawaz. Yeah. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇത് ഓരോ ടീമിനും അവരുടെ സ്വന്തം സ്റ്റേഡിയം എന്നുള്ളത് ഒരു ഇറ്റ് വാസ് എൻ ഹെർക്കൂലിയൻ ടാസ്ക്. ബട്ട് ഹോപ്പ്ഫുള്ളി വിൽ ബി ഏബിൾ ടു മേക്ക് ഇറ്റ് ഇൻ ദാറ്റ് വേ ദിസ് ടൈം. ഫുട്ബോളിന് ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു പ്ലേ ഇൻ ദ ഹോം ഗ്രൗണ്ട്. ഓൺലി ദെൻ യു വിൽ ബി ഏബിൾ ടു ക്രിയേറ്റ് ഫാൻ ബേസ്. സോ എനി ടൂർണമെൻറ്റ്, ബി ഇറ്റ് SLK ഓർ എനി ടൂർണമെൻറ്റ്, അത് അവരുടെ ഹോം ഗ്രൗണ്ടിൽ ചെയ്യുമ്പോൾ അതിനൊരു എക്സ്ട്രാ എഫക്റ്റ് കിട്ടും. ഇഫ് യു സീ സന്തോഷ് ട്രോഫി, കേരള പ്ലേയിങ് ഇൻ കേരള അഗെയിൻസ്റ്റ് എനി ടീം, ദ സ്റ്റേഡിയംസ് വിൽ ബി ഫുൾ. അപ്പോൾ ആ സെയിം സാധനം ഇതിലും റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ്സ് അഡ്വാൻറ്റേജ്. Anil, what do you think about it? അതായത് ഒരുപാട് വലിയ പൊസിഷൻ വെക്കുന്ന ഒരാളാണ്, ആൻഡ് യു ഹാവ് എ ലോട്ട് ഓഫ് ഇമ്മെൻസ് എക്സ്പീരിയൻസ്, എസ്പെഷ്യലി റിപ്രസെന്റിംഗ് ദ സ്റ്റേറ്റ് ഇറ്റ് സെൽഫ് ഓൺ എ നാഷണൽ ലെവൽ. ഹൗ ഡു യു റിയലി ഫീൽ റൈറ്റ് നൗ? First of all, it's really hard for me to be here to discuss something about Kerala football. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളുമായിട്ടുള്ള ഒരു കണക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2014 ഫസ്റ്റ് ഡിസ്കഷൻസ് സ്റ്റാർട്ട് ചെയ്തത്. അത് പ്രസൻറ്റ് ഓണേഴ്സ് അല്ല, സെലിബ്രിറ്റി മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കൽക്കട്ട ബേസ്ഡ് കമ്പനിയാണ് ഫസ്റ്റ് കേരള ഫുട്ബോളുമായിട്ട് എഗ്രിമെൻ്റ് സൈൻ ചെയ്തൊരു കമ്പനി. അവരാണ് അർജൻറ്റീന ടീമിനെ കൽക്കട്ടയിൽ കൊണ്ടുവന്ന ഒരു കമ്പനിയായിരുന്നു. ആ കാലത്ത് തുടങ്ങി കേരള ഫുട്ബോളിൽ ഒരു എഫേർട്ട് നടക്കുന്നുണ്ടായിരുന്നു, കേരള ഫുട്ബോളിനെ ട്രാൻസ്ഫോം ചെയ്തിരിക്കുക എന്നുള്ളത്, ഒരു ഹയർ ലെവലിലേക്കുള്ള ഒരു ക്വാളിറ്റി ഫുട്ബോൾ എക്സ്പീരിയൻസ് ഫുട്ബോൾ ഫാൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ആ സെലിബ്രിറ്റി മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന കമ്പനി അവർക്ക് ബംഗ്ലാദേശ് സൂപ്പർ ലീഗിൻ്റെ ഓണർഷിപ്പ് കിട്ടുകയും അവർക്ക് അവിടെ കമ്മിറ്റ്മെൻറ്റ് കൂടിയപ്പോൾ അവർ ഇവിടെ നിന്ന് വിഡ്രോ ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഏകദേശം ഒരു 7-8 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് കേരള ഫുട്ബോൾ നിലവിലുള്ള സൂപ്പർ ലീഗിൻ്റെ ഓണേഴ്സിനായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ ഒരു കാലയളവിൽ രണ്ട് വളരെ മേജറായിട്ടുള്ള ഇഷ്യൂസ് കേരള ഫുട്ബോളിൽ, കേരള സ്പോർട്സിൽ നടക്കുന്നുണ്ടായിരുന്നു. അത് ബേസിക്കലി ഫുട്ബോൾ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇവിടെ ഒരു 10ഓളം പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു, ഡിപ്പാർട്ട്മെൻറ്റ് ഓൺ ചെയ്യുന്നു. അതായത് AGS, SBT, ടൈറ്റാനിയം, KSRTC, കെൽട്രോൺ, കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ്, സെൻട്രൽ എക്സൈസ്. ഇത് ഈ കുട്ടികൾ കളിച്ച് നാഷണൽ ലെവലിൽ ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ കളിക്കുന്ന കുട്ടികൾക്ക് അന്ന് 100% ജോബ് ഗ്യാരണ്ടി ആയിരുന്നു. പക്ഷേ ഈ പറയുന്ന കാലഘട്ടത്തിൽ എന്തുണ്ടായെന്ന് വെച്ചാൽ നാഷണൽ ലെവലിലൊരു ക്ലബ് ലൈസൻസിങ് റെഗുലേഷൻ ഇംപ്ലിമെൻ്റ് ചെയ്തു, ഫിഫയുടെയും AFCയുടെയും ഡയറക്ഷൻ അനുസരിച്ച്. അതിൻ്റെ ഒരു നിർബന്ധം കാരണം
ഈ ഡിപ്പാർട്ട്മെൻറ്റ് ക്ലബ്ബുകൾക്ക് ലൈസൻസിങ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നു. അങ്ങനെ വന്നപ്പോൾ നാഷണൽ ലീഗിൽ ഇവർ ക്വാളിഫൈഡ് അല്ല, അല്ലെ എലിജിബിൾ അല്ലാത്തൊരു സ്ഥിതിവിശേഷം വരികയും മോസ്റ്റ് ഓഫ് ദീസ് ഡിപ്പാർട്ട്മെൻറ്റ് ക്ലബ്സ് എന്ത് ചെയ്തു, ദേ സ്റ്റാർട്ട് ഷട്ടിങ് ഡൗൺ വൺ ബൈ വൺ. സോ ദേ സ്റ്റോപ്പ് റിക്രൂട്ടിംഗ് പ്ലെയേഴ്സ്. സോ അൺഫോർച്ചുനേറ്റ്ലി ദ ഓപ്പർച്യൂണിറ്റീസ് ആർ ഗെറ്റിംഗ് ലെസർ ആൻഡ് ലെസർ. സോ അതാണ് നമ്മൾ ഒരു അസോസിയേഷൻ എന്നുള്ള രീതിയിൽ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം, കുട്ടികൾക്കും കോച്ചസിനും ടെക്നിക്കൽ സ്റ്റാഫിനും പ്രൊഫഷണൽ കരിയറിൽ യൂത്ത് ഡെവലപ്മെൻറ്റിന് ശേഷം നെക്സ്റ്റ് ലെവലിലേക്ക് പ്രൊഫഷണൽ ലെവലിൽ കളിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു അർജൻസി ഉണ്ട്. അങ്ങനെയാണ് ഒരു കൊമേഴ്ഷ്യൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് കേരളത്തിൽ നമുക്ക് ആലോചിക്കണം എന്ന് പറഞ്ഞിട്ടാണ് സൂപ്പർ ലീഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്നത്. അതിന് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഒരു പ്രചോദനവും കൂടെ ആയിരുന്നു. കാരണം അവർ 2014-15 സീസണിലാണ് അവർ തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കപ്പും കൂടെ, അതിൻ്റെ ഒരു സക്സസ് ഇതും കൂടെ കണ്ടതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ നിലവിലുള്ള സൂപ്പർ ലീഗ് ഓണേഴ്സുമായിട്ട് എഗ്രിമെൻറ്റ് വയ്ക്കുന്നു. അതിന് നമ്മൾ ഒരു 12 വർഷത്തേക്കാണ് ആ എഗ്രിമെൻറ്റ് വയ്ക്കുന്നത്. ആ സമയത്ത് ഞാൻ കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിയും കൂടെ ആയിരുന്നു. പല വിവാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെ ഫസ്റ്റ് സീസൺ നല്ല സക്സസ്ഫുള്ളായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റി. അതിലേറ്റവും എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 6 ടീമിലൂടെ 200ഓളം പ്ലെയേഴ്സ് കളിക്കുന്നതിൽ ഒരു 93 to 100 പ്ലെയേഴ്സ് കേരള ബോൺ പ്ലെയേഴ്സാണ്. അപ്പോൾ ഒരു 100 പ്ലെയേഴ്സിന് പ്രൊഫഷണൽ കോൺട്രാക്റ്റ് കൊടുക്കാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ എന്താണോ ആക്ച്വലി നമ്മളുടെ ഇൻറ്റൻഷൻ എന്തായിരുന്നോ അത് സക്സസ്ഫുള്ളി നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഫസ്റ്റ് സീസണിൽ തന്നെ സാധിച്ചു. അവർക്കൊരു പ്രൊഫഷണൽ കോൺട്രാക്റ്റും റെമ്യൂണറേഷനൊക്കെ നല്ല രീതിയിൽ കൊടുക്കുന്ന ഒരു ലീഗ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റി. അത് ജനങ്ങളിലേക്ക് നല്ല രീതിയിൽ ഡെലിവറി ചെയ്യാൻ ലീഗ് ഓണേഴ്സിനും സാധിച്ചു, ക്ലബ് ഓണേഴ്സിനും സാധിച്ചു. പക്ഷെ അപ്പോഴും 1-2 ഈ പറയുന്ന ഇപ്പോൾ നവാസാർ പറഞ്ഞ പോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, എല്ലാവർക്കും ഹോം സ്റ്റേഡിയത്തിൻ്റെ കുറച്ച് ഡിഫിക്കൽട്ടീസ് നമ്മളുടെ നിലവിലുള്ള എൻവയോൺമെൻറ്റിൽ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ക്ലബ്ബുകളുടെ ഒരു സപ്പോർട്ടും മറ്റുള്ളവരുടെ ഗവൺമെൻറ് സപ്പോർട്ടും എല്ലാം എടുത്തുകൊണ്ട് ഹോം സ്റ്റേഡിയത്തിലേക്ക് കളികൾ മാറ്റുന്നതിനുള്ള ശ്രമം ഈ വർഷം നടത്തി. അത് മനസ്സിലാവുന്നു. കാരണം 6 ടീമും 6 സ്റ്റേഡിയത്തിലേക്ക് മാറുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. അപ്പോൾ അത് റീജിയണൽ സ്പോർട്സിൽ അല്ലെങ്കിൽ ആ ടീമുകളുടെ റീജിയണൽ ഫാൻ ബേസിനെ കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ട് അവരുടെ ഹോം ടീമിൻ്റെ കളികൾ കാണാനും കൂടുതൽ ആളുകൾക്ക് ഇതിലേക്ക് വരാനുള്ളൊരു സാധ്യത ഉണ്ടാക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ ജില്ലകളിൽ ഈ ക്ലബിന് യൂത്ത് ഡെവലപ്മെൻറ്റിലേക്കൊരു ക്ലിയർ സ്ട്രക്ചർ ബിൽഡപ്പ് ചെയ്യാനുള്ളൊരു അവസരം കൂടെ ആക്കിയിട്ട് ഇതിനെ മാറ്റാൻ പറ്റും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്ത് ആക്ച്വലി ദിസ് ഇസ് എക്സൈറ്റിംഗ്. കാരണം ഈ ഒരു കോൺവെർസേഷൻ ബിറ്റിൽ നിന്ന് നമുക്ക് ലൈക്ക് സൂപ്പർ ലീഗ് കേരള എങ്ങനെയാണ് ഫോം ചെയ്തത്, പ്ലസ് കുട്ടി ഫാൻസ് സപ്പോർട്ട്, എല്ലാത്തിൻ്റെയും ഒരു ഓവർവ്യൂ എന്തായാലും കിട്ടി, വിച്ച് ഇസ് ഗ്രേറ്റ്. സോ നൗ ഐ വോണ്ട് ടു അണ്ടർസ്റ്റാൻഡ് നിങ്ങളുടെ ഒരു ചെറുപ്പകാലം, അല്ലെങ്കിൽ ഹൗ വാസ് ഇറ്റ് ഫ്രോം യുവർ ചൈൽഡ്ഹുഡ്? ഐ സ്റ്റാർട്ട് വിത്ത് യു നവാസ്, ബിക്കോസ് നിങ്ങൾ വെൻ യു വർ ഗ്രോയിങ് അപ്പ് ആ സമയത്ത് ദർ വാസ് നോ ഇൻഫ്രാസ്ട്രക്ചർ, ഒന്നുമില്ല. ഇപ്പോൾ ആൾക്കാർ കംപ്ലയിൻറ്റ് ചെയ്യുന്നു, ലൈക്ക് യു ഓൾസോ റൈറ്റ്ലി സെഡ്, ആൻഡ് വിൽ ടച്ച് അപ്പോൺ ദാറ്റ്. ലൈക്ക് ഇപ്പോൾ ആൾക്കാർ പറയുന്നു ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, എന്നാൽ ആ കാലത്ത് ഒന്നുമില്ലായിരുന്നു. എന്നാൽ തന്നെ ഹൗ വാസ് യുവർ ലവ് ഫോർ സ്പോർട്ട് പ്രൊഫെസ്? എങ്ങനെയായിരുന്നു ആ ഒരു ടൈം? ഐ ഹാവ് നോട്ട് ഗോൺ ഇൻ ടു ഒരു പ്രൊഫഷണൽ ലെവലിലോ അങ്ങനെ ഒരു ഡിസ്ട്രിക്ട് ലെവലിലോ അങ്ങനെ ഒന്നും എത്തിയിട്ടില്ല. പക്ഷേ സ്പോർട്സ് വാസ് ഓൾവേസ് പാഷൻ. കളി എവിടെ ഉണ്ടെങ്കിലും പോയി കാണാൻ ആഗ്രഹമുണ്ട്. ബീറ്റ് ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ എവിടെയാണെങ്കിലും പോയി കാണും. ഇപ്പോഴും സമയം കിട്ടുന്ന സമയത്തെല്ലാം രാവിലെ ഐ യൂസ് ടു പ്ലേ ബാസ്കറ്റ്ബോൾ. ശരീരമൊക്കെ ഒന്ന് അനങ്ങാൻ വേണ്ടിയുള്ള കളിയേ ഉള്ളൂ, വലിയ രീതിയിലുള്ള ഇതില്ല. പക്ഷെ എന്നെ പോലെ അല്ല അനിൽ. അനിൽ പ്രൊഫഷണൽ. അനിൽ വിൽ ബി ദ റൈറ്റ് പേഴ്സൺ. True. No, but before I send it off to him, do you have any ഒരു നല്ല മെമ്മറി ഉണ്ടോ to share about your childhood when it comes to sport or something? നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് ഈവനിങ് during your game, any fun memory that you would like to share? ഇല്ല, പക്ഷേ ഞങ്ങൾക്ക് ഈവനിങ്, എവറി ഡേ ഈവനിങ് ഇൻ ദ ബോർഡിങ്, ദാറ്റ് ടൈം ഇറ്റ് വാസ് മോസ്റ്റ്ലി ഫുട്ബോൾ ഒരു ഡെയിലി ഇതായിരുന്നു.
ആൻഡ് ആ കൂട്ടായ്മയൊക്കെ ഇപ്പോഴും ഇറ്റ്സ് ഓൾ സ്റ്റിൽ Maintain ചെയ്യുന്നുണ്ടോ? മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. Wow. അപ്പോൾ ബോർഡിങ്ങിനൊരു പ്രത്യേകതയുണ്ട്. റെസ്പെക്റ്റീവ് ഓഫ് ദ ക്ലാസ്സസ് യു ഹാവ് ഫ്രണ്ട്സ് ഫ്രം ഓൾ ദ യു വിൽ ഹാവ് യുവർ സീനിയേഴ്സ് ആസ് ഫ്രണ്ട്സ് ആൻഡ് ദ ജൂനിയേഴ്സ് ഓൾസോ ആസ് ഫ്രണ്ട്സ്. അപ്പോൾ അതൊരു ഐ മീൻ വി വിൽ ബി വെയിറ്റിംഗ് ടു ഗെറ്റ് ടു ദാറ്റ് 4 o'clock ടൈം, റിക്രിയേഷൻ ടൈമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടാവും. സ്കൂൾ ഈസ് ഓൾവേസ്, സ്കൂളിലുള്ള മെമ്മറികൾ എന്ന് പറയുമ്പോൾ ബേസിക്കലി ദർ ഇസ് ഇൻറ്റൻസ് കോമ്പറ്റീഷൻ. ഒന്നും ഇല്ലെന്ന് വെരി മച്ച് ഇല്ലെന്ന് പറഞ്ഞാലും ഇറ്റ് ഈസ് ദയർ. അത് ഒരു തമാശയാണ്, അതൊരു സ്റ്റിൽ എൻജോയ് ദാറ്റ്. What about you? Just opposite. No, I'm a hardcore footballer from the age of 10. Started taking the ball and nearby to my village. ഞാൻ ബേസിക്കലി പള്ളുരുത്തി എറണാകുളം സ്വദേശിയാണ്. അവിടെ അർച്ചന ഫുട്ബോൾ ക്ലബ് എന്ന് പറയുന്ന ഒരു ക്ലബിലൂടെയാണ് ആക്ച്വലി കളിക്കുന്നത്. അപ്പോൾ അന്നൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു തുടക്കക്കാർക്ക് എപ്പോഴും കളിക്കാൻ കിട്ടുക ലോക്കൽ ഫുട്ബോൾ ടൂർണമെൻറ്റുകളാണ്. അപ്പോൾ നമ്മൾ ഈ ഓണക്കാലത്ത് ഈ തൊട്ടടുത്ത ഏരിയകളിലൊക്കെ അന്ന് സെവൻസ് ടൂർണമെൻറ്റുകൾ ഇഷ്ടംപോലെ നടന്നിരുന്ന സമയം. ഈ ആലപ്പുഴ ആയിക്കോട്ടെ എറണാകുളം സ്ഥലങ്ങളിലൊക്കെ അന്ന് കുറേ ടൂർണമെൻറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു തുടക്കം. പിന്നെ അതിനുശേഷം കോളേജിൽ എത്തിയപ്പോഴാണ് ആക്ച്വലി ഫുട്ബോൾ ഒരു സീരിയസ് ആയിട്ട് എടുക്കാമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ വരികയും കോളേജ് ടീമിന് കളിക്കുന്നു. കോളേജ് ടീമിലൂടെ യൂണിവേഴ്സിറ്റി ടീമിൽ കയറുന്നു. എഞ്ച് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി കളിച്ചു. അതിനുശേഷം ആ സമയത്ത് തന്നെ കേരള ജൂനിയർ ടീമിലും യൂത്ത് നാഷണൽ ടീമിലും നമുക്ക് എല്ലാവർക്കും അറിയാം SLKയുടെ ഒരു അസിസ്റ്റന്റ് കോച്ച് ജോപ്പോൾ അഞ്ചേരി പഴയ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു. അദ്ദേഹം ഞങ്ങളൊക്കെ ബാച്ച്മേറ്റ്സ് ആണ് കേരള ടീമിൽ. ഞാനും ജൂനിയർ നാഷണലും യൂത്ത് നാഷണലും ഞങ്ങൾ ഒരേ ടീമിലായിരുന്നു. അങ്ങനെയുള്ള നല്ല കുറച്ച് ആ ബാച്ചിലുള്ള എല്ലാവരും പല മേഖലകളിലേക്ക് ജോലിക്ക് പോയി. ചിലർ വളരെ ഹൈ ലെവലിലേക്കുള്ള പെർഫോമൻസ് എത്തി. ഇപ്പോൾ ജോക്കോളിനെ പോലെ തന്നെ 1-2 ഔട്ട്സ്റ്റാൻഡിങ് പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. അവരൊക്കെ ഇന്ത്യക്ക് വേണ്ടി റെപ്രസെൻറ്റ് ചെയ്യും പോയി. ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫാദറിനൊരു മിലിറ്ററി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നുകൊണ്ട് വീട്ടിൽ ഏറ്റവും ഇളയ ആളെന്നുള്ള രീതിയിൽ എല്ലാവരും തന്നെ മിലിറ്ററിയിലേക്ക് പുഷ് ചെയ്യാനായിട്ട് അങ്ങനെ ഞാൻ നേവിയിൽ ജോയിൻ ചെയ്യുന്നു. ചെയ്തതിന് ശേഷം സർവീസസിന് വേണ്ടിയിട്ട് 4-5 വർഷം സന്തോഷ് ട്രോഫി ടീമിൽ കളിക്കുകയും സർവീസസിൻ്റെ ടീം ക്യാപ്റ്റനാവുകയും ചെയ്യുന്നു. 2007 ഞാൻ വോളണ്ടിയർ റിട്ടയർമെൻ്റ് എടുക്കുന്നു. 2009 ഞാൻ UEFAയുടെ കോച്ചിങ് ലൈസൻസ് എടുക്കാനായിട്ട് ജർമ്മനിക്ക് പോയി. അവിടെ ഒരു ഇൻ്റർനാഷണൽ ജർമ്മൻ ഫെഡറേഷൻ്റെ അണ്ടറിൽ UEFAയുടെ B ലൈസൻസ് ക്വാളിഫൈ ചെയ്ത് തിരിച്ചു വന്ന് ഞാൻ കോച്ചായിട്ട് ഫസ്റ്റ് അസൈൻമെൻറ്റ് എറണാകുളം ജില്ലാ ടീമിനെ പരിശീലിപ്പിച്ചു. ആ ടീം സബ് ജൂനിയർ ടീമിന് സ്റ്റേറ്റ് ചാമ്പ്യന്മാരാകുകയും അതിലൂടെ ഒരു ക്ലബ്ബ് ഗോൾഡൻ ത്രെഡ് എന്ന് പറയുന്ന ക്ലബിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ച് അന്ന് ചാത്തുണ്ണി സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് ആദ്യം വിളിച്ചതെങ്കിലും ആ വർഷം എനിക്കിപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. തൊട്ടടുത്ത വർഷം ഞാൻ ആ ടീമിൽ ജോയിൻ ചെയ്തു. സൈമൺ സാറായിരുന്നു ആ വർഷം ചീഫ് കോച്ചായിട്ട് വരേണ്ടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് പ്രശ്നം വന്നതോടുകൂടി ക്ലബ് മാനേജ്മെൻറ്റ് എന്നെ തന്നെ ചീഫ് കോച്ചായിട്ട് വയ്ക്കുകയും ഞങ്ങൾ ആ വർഷം ഗോൾഡൻ ത്രെഡ് എറണാകുളം ലീഗ് ചാമ്പ്യന്മാരാകുകയും ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതോടുകൂടി ആ ടീം നാഷണൽ ലീഗിലേക്ക് ക്വാളിഫൈ ചെയ്തു. അത് ആ സമയത്താണ് KFAയിലേക്ക് ഒരു വിഷൻ ഏഷ്യയുടെ ഒരു പ്രോജക്റ്റ് വരുന്നത്, ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷനിൽ. അങ്ങനെ അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഓഫീസറായിട്ട് എനിക്കൊരു അപ്പോയിൻമെൻറ്റ് KFA തരുന്നു. ഞാൻ അതിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ ഒരു ഡെവലപ്മെൻറ്റ് ഓഫീസറായിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അത് 2008 തുടങ്ങി 2011 വരെ. 2011 ഓഗസ്റ്റിൽ ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ട് എന്നെ ഇവർ അപ്പോയിൻറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെയാണ് ഞാൻ ഫുട്ബോളിലുള്ള എൻ്റെ ഒരു കരിയർ എന്ന് പറയുന്നത്. വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു കരിയറാണ്. പലതും ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ആൻഡ് ആക്ച്വലി നിമിത്തമല്ല, ഇറ്റ് വാസ് ഓൾ മെൻ ടു ബി എന്ന് തോന്നുന്നു. അന്ന് ഇസ് ദർ എനി ലെസൺ ദാറ്റ് യു ലേൺഡ് ദാറ്റ് യു സ്റ്റിൽ ക്യാരി ഫോർവേഡ്? അന്ന് പഠിച്ചൊരു പാഠം, യു നോ ദാറ്റ് ഇതിപ്പോഴും ലൈഫിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഫുട്ബോൾ ഈസ് നോട്ട് നോ ടച്ച് മീ നോട്ട് ഗെയിം. ഇറ്റ് ഈസ് എ ബോഡി കോണ്ടാക്ട് ഗെയിം. യു ഹാവ് ടു ബി വെരി ടഫ്, mentally tough and physically fit. Until unless you are mentally tough, you can't win this game. You can't reach to their expected level because it's a very hard and achievement. Because if you want to
grow higher and reach to the level which you want to be in the international standard, you have to sacrifice a lot. We train 5 hours in a day, morning and evening. Yeah. When we used to be there in the camp, running 10 to 15 kilometers, 13 kilometers is a normal requirement for the fitness. So that much of toughness you have to keep it in your mind before you step into football. ദാറ്റ്സ് ട്രൂ. കാരണം ആൾക്കാർ സാധാരണ പറയുന്നത് ഇഫ് യു ആക്ച്വലി നമ്മളൊരു സ്പോർട്സ് പേഴ്സൺ ആണെങ്കിൽ യു ആർ മെന്റലി ടഫ് ആസ് വെൽ ആസ് ഫിസിക്കലി ടഫ്, റൈറ്റ്? കാരണം ഐ തിങ്ക് ദ മെന്റൽ ടോക്ക് യു ഹാവ് ടു യുവർ സെൽഫ് വെൻ യു ആർ റണ്ണിങ് എ 5 kilometer മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ് ടു യു. ഇതിൻ്റെ അകത്ത് സാധാരണ അന്ന് കാലഘട്ടത്തിൽ ഇപ്പോൾ നോക്കിയാൽ എല്ലാ പ്ലെയേഴ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു മിഡിൽ ക്ലാസ് ആയിരിക്കും. അപ്പർ മിഡിൽ ക്ലാസ് അന്ന് അപ്പോഴും ഇത്തിരി ഡൗട്ട്ഫുൾ ആണ്. ഈ ഗെയിമിനെ വിട്ട് ഇഞ്ചുറി വരും. ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ we may be limping some injuries or here some broken legs or hands or something like that. സോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻസ് കൺസേൺഡ്. അപ്പോൾ നമ്മളൊക്കെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഒരു വിഷയമല്ല. റിക്കവർ ചെയ്യുക, വീണ്ടും തിരിച്ച് അതേ പാഷനോടുകൂടി രാവിലെ ഉറക്കൊഴിയാതെ 5 മണിയാകുമ്പോൾ ഗ്രൗണ്ടിൽ എന്തായാലും എത്തിയിരിക്കണം എന്നുള്ള ഒരു സ്പിരിറ്റിലാണ്. വർഷങ്ങളുടെ എഫേർട്ടാണ്. അപ്പോൾ ഒരു ഈസി ടാസ്ക് അല്ല ഒരു സക്സസ്ഫുൾ പ്ലെയർ ആകുക എന്നത്. വളരെയധികം സാക്രിഫൈസ് ചെയ്യേണ്ടതുണ്ട് ഗ്രൗണ്ടിലും പിന്നെ കോച്ചസിൻ്റെ ടെക്നിക്കലി. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അന്നൊക്കെ നമ്മൾ കളിക്കാൻ നേരത്തെ ചെന്നാൽ കളിക്കാൻ ഗ്രൗണ്ടിൽ ചാൻസ് കിട്ടുള്ളൂ. കൂടുതൽ കളിക്കാനും ഗ്രൗണ്ട് ട്രെയിനിങ് സെൻറ്ററും കുറവായിരുന്നു. അപ്പോൾ അന്ന് ഇതേപോലെ ചെറിയ മിനി ഗ്രൗണ്ടുകളോ ട്രെയിനിങ് സെൻറ്റേഴ്സൊന്നും ഇല്ല. അപ്പോൾ വളരെ കുറച്ച് സ്ഥലത്താണ് എല്ലാവരും ഒരു ഒത്തുകൂടി ഫുൾ സൈസ് 11v11 കളിക്കുന്നത്. ഇപ്പോൾ രാവിലെ ആദ്യം ചെല്ലുന്നവർക്കാണ് ചാൻസ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ആദ്യം ചെല്ലാൻ വേണ്ടി രാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഗ്രൗണ്ടിലുണ്ടാവും. അപ്പോൾ അങ്ങനെ കളിച്ച് ഒരു സക്സസ്ഫുൾ ആയെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാൾ. കാരണം ഫുട്ബോള് അന്ന് എൻ്റെ കോച്ച് എൻ്റെ ഓട്ടോഗ്രാഫിൽ നാഷണൽ കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ ട്രെയിനിൽ വരുന്ന വഴിക്ക് വെറുതെ ഒരു ദിവസത്തിന് കോച്ചിനോട് ഓട്ടോഗ്രാഫ് കൊടുത്തിട്ട് എഴുതാൻ പറഞ്ഞപ്പോൾ കോച്ച് എഴുതിയൊരു വാചകമുണ്ട്. അത് ലിറ്ററലി എൻ്റെ ലൈഫിൽ അത് റിയലി നടന്നൊരു സംഭവം കൂടെ ആയിരുന്നു. പ്ലേ ഫുട്ബോൾ സീ ദ വേൾഡ് എന്ന് എഴുതിയത്. ഞാൻ ഫുട്ബോൾ അല്ലാതെ വേറെ പ്രൊഫഷനിലേക്ക് പോയിട്ടില്ല. ഞാനിപ്പോൾ ഒരു 10-30ഓളം രാജ്യങ്ങളിൽ എനിക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഫുട്ബോളിലൂടെ. അപ്പോൾ അന്നത്തെ അദ്ദേഹം എഴുതിയ ഓട്ടോഗ്രാഫ് എൻ്റെ ലൈഫിൽ വളരെ റിയലി അത് ഒരു വലിയൊരു ഫാക്റ്റാണ്. അതാണ് അതിൻ്റെ ഒരു ഇത്. ആ രീതിയിലാണ് എൻ്റെ ഒരു ഫുട്ബോൾ കരിയർ. ഐ തിങ്ക് യു ഷുഡ് ഓൾസോ ടോക്ക് മോർ അബൌട്ട് ആ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചും. അതായത് ഇപ്പം നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളിയിൽ തോൽവിയുണ്ട്, ജയമുണ്ട്, റഫറീസിൻ്റെ മിസ്റ്റേക്ക് ഉണ്ട്, കോച്ചസിൻ്റെ മിസ്റ്റേക്ക് ഉണ്ട്, ഓപ്പർച്യൂണിറ്റീസ് വരാം, ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയേക്കാം, ചിലപ്പോൾ കിട്ടാതിരിക്കാം. കാരണം ഒരു ടീമിൽ 10-35 പേരുണ്ടാവും. കളിക്കുന്ന ചിലപ്പോൾ ഒരു ദിവസം 15 പേരൊക്കെ ഉണ്ടാവുള്ളൂ. ബാക്കി 15 പേരിൽ എല്ലാവർക്കും അന്നത്തെ ദിവസം ചാൻസ് കിട്ടില്ല. അപ്പം നമ്മൾ അടുത്ത ദിവസം അതിനും ബെറ്ററായിട്ട് പെർഫോം ചെയ്യാനുള്ള ആ ഒരു ടഫ്നെസ് നമ്മളിൽ ഉണ്ടാകും. നമുക്ക് ചലഞ്ച് ചെയ്യാനുള്ള ആ ഒരു ഇതുണ്ടാകും. പിന്നെ നമ്മൾക്ക് പറ്റുന്ന മിസ്റ്റേക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അല്ലെങ്കിൽ പറ്റിയ തെറ്റുകളും ആ മിസ്റ്റേക്കുകളെ അതിജീവിച്ച് കടന്നു പോകാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു വിൽ പവർ സെൽഫായിട്ട് ബിൽഡപ്പ് ചെയ്യാനുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു തരുന്നത് ഉൾക്കൊണ്ടുകൊണ്ട് പോകാനുള്ള ഇത് വേണം. അപ്പോൾ നമ്മളുടെ സൈക്കോളജി എന്ന് പറയുന്നത് നമ്മളൊരു പെട്ടെന്ന് ഇമോഷണലി ഡൗൺ ആകുന്ന ഒരു ക്യാരക്ടറാണെങ്കിൽ സ്പോർട്സിൽ സക്സസ് ആകാനുള്ള റേഷ്യോ ഭയങ്കര കുറവാണ്. ഏത് സ്പോർട്സ് ആണെങ്കിലും നമ്മൾക്ക് അവിടെ ഒരു പരാജയം ഉണ്ട്. എല്ലാ ദിവസത്തെ കളിക്ക് ഇന്ന് ചിലപ്പോൾ ഒരാൾ ജയിക്കുള്ളൂ, എല്ലാ ദിവസവും ഒരാൾ പരാജയപ്പെടുന്നുണ്ട്. ആ പരാജയം ഉൾക്കൊണ്ടുകൊണ്ട് നാളെ ജയിക്കണം എന്നുണ്ടെങ്കിൽ ആ പരാജയത്തിൽ നിന്ന് കടന്നു വരാനുള്ള മാനസികമായിട്ടുള്ള സ്ട്രെങ്ത് നമ്മളുടെ ബിൽഡപ്പ് ചെയ്യേണ്ടത്. അതെല്ലാം കോച്ചസിനും ആ ട്രെയിനിങ് കൊടുക്കാനുള്ള കപ്പാസിറ്റി വരണം. അതുമായിട്ട് ബന്ധപ്പെട്ട് ടെക്നിക്കൽ സപ്പോർട്ട് സ്റ്റാഫിന് വേണം, പ്ലെയേഴ്സിന് വേണം, പാരൻസിന് വേണം. കാരണം പരിക്ക് പറ്റിയൊരു പ്ലെയർ വീട്ടിൽ ചെല്ലുമ്പോൾ നാളെ മുതൽ നീ കളിക്കാൻ പോകണ്ട എന്ന് പറയുന്ന പാരൻസാണ് നമ്മുടെ നാട്ടിൽ കൂടുതൽ. അതേസമയം സക്സസ്ഫുൾ ആയ പ്ലെയേഴ്സിൻ്റെ പാരൻസിനോട് ചോദിച്ചു നോക്കുക, അവർ ഈ പരിക്കും മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. അവൻ തന്നെ അത് റിക്കവർ ചെയ്ത് തന്നെ വീണ്ടും തിരിച്ചു പോയിട്ടുണ്ടാവും ഗ്രൗണ്ടിൽ. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തിലാണ് ഒരു ഇൻ്റർനാഷണൽ പ്ലെയറും ഒരു ആവറേജ് പ്ലെയറുമായിട്ട് ഒരു കുട്ടി മാറുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ നമ്മൾ ആ കുട്ടീനെ ട്രീറ്റ് ചെയ്യുന്നു ഓൺ ദ ഫീൽഡ് ആൻഡ് ഓഫ് ദ ഫീൽഡ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. Okay.
Nawaz, I want to come to you now. Yeah, of course, you have been, ഒരു ഓൺടർപ്രണൽ ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. എന്നിട്ട് ഫുട്ബോൾ ആൻഡ് ലൈക്ക് യു സെഡ് ബോർഡിങ്ങിൻ്റെ ഒരു പ്രീ ഏർലി മെമ്മറീസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. വെൻ യു കം ഇൻ ടു ദ ഫുട്ബോൾ മാനേജ്മെൻറ്റോ വെൻ യു ഹാൻഡിൽ ദാറ്റ്, അത് ഒരുപാട് ഡിഫറൻസ് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ നവാസിൻ്റെ ഓൺ ഓൺടർപ്രണൽ ജേർണിയിൽ നിന്ന് ഒരുപാട് ലെസൺസ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ? ഇസ് ഇറ്റ് ഡിഫറെൻറ്റ്, ഡിഫിക്കൾട്ട്, എങ്ങനെയാണത്? ഇറ്റ്സ് എ വെരി പെർട്ടിനൻറ്റ് ക്വസ്റ്റ്യൻ. നമ്മളുടെ ബിസിനസ്സിൽ നമ്മൾക്ക് എന്ത് വിചാരിക്കുന്നു, വിൽ ബി ഏബിൾ ടു ഡു ദാറ്റ്. ബട്ട് വെൻ യു കം ടു എ പബ്ലിക് ഫോറം, ദർ വിൽ ബി ലോട്ട് ഓഫ് ഐഡിയാസ്, ലോട്ട് ഓഫ് കമൻറ്റ്സ്, ലോട്ട് ഓഫ് വ്യൂ പോയിൻറ്റ്സ്. So first and foremost, you have to be a good listener to understand what should be done in the long run. Because it's like, I always use this terminology, it's like shooting from a revolver. 0.001 mm difference here makes a lot of difference at the ലോങ് റൺ അല്ലേ? അപ്പോൾ അത് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇന്നത്തേക്ക് വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ റണ്ണിങ് ഓർഗനൈസേഷൻ ഈസ് ഈസി. യു ക്യാൻ ജസ്റ്റ് ഒരു ജോളി റൈഡ് എടുക്കാം. ബട്ട് ഫോർ മീ വാട്ട് ഐ എം സീയിങ് ഇസ്, ഇതൊരു 5 അല്ലെങ്കിൽ 10 വർഷം, അതായത് ഇപ്പോൾ ഒരു 8 വയസ്സുള്ളൊരു കുട്ടി ഒരു 12 വർഷം കഴിയുമ്പോൾ ആ കുട്ടി എവിടെ ആയിരിക്കണം എന്നുള്ളതിന് ഇന്ന് വി വിൽ ഹാവ് ടു ടേക്ക് എ കോൾ. സോ ഇഫ് യു ഡോണ്ട് ഡു ദാറ്റ്, ഇപ്പോൾ ഓൾ ഇന്ത്യ ഫെഡറേഷനും എസ്പെഷ്യലി അനിലൊക്കെ അവിടെ എത്തിയ സമയത്തൊക്കെ കുറേയധികം നല്ല തീരുമാനങ്ങൾ വന്നിരുന്നു. ചെറിയ ചെറിയ ടൂർണമെൻറ്റ്സ് 48 എത്ര മാച്ചസ് ഒരു കുട്ടി കളിക്കേണ്ട ഒരു വർഷം? 50, ഒരു ആവറേജ് മിനിമം ഒരു 50 മത്സരം. 50 matches a kid has to play. കോമ്പറ്റീറ്റീവ് മാച്ച്. Competitive match. അല്ല, കോമ്പറ്റീറ്റീവ് മാച്ച്. When you say കുട്ടി ഏത് പ്രായത്തിലുള്ള Below കുട്ടികളാണ്? 15. Below 15 age, okay. Yeah. ഡെവലപ്മെന്റ് ഏജ്. പക്ഷെ അത് നമ്മളുടെ നാട്ടിൽ 5ഉം 10ഉം ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് ഈ ഒരു വി ആർ ട്രൈങ് ടു ഗെറ്റ് ഇറ്റ് ടു ഒരു 20-25 എന്നുള്ള നിലയിലേക്ക് എത്തിക്കാനായിട്ട് നോക്കുന്നു. അപ്പോൾ കൂടുതൽ കുട്ടികൾ ഗ്രൗണ്ടിൽ വരിക, അവർ കൂടുതൽ കളിക്കുക, കോമ്പറ്റീറ്റീവായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക, സ്കിൽ സെറ്റ്സ്. ഇപ്പോൾ കുറേയധികം കോച്ചസിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ കോച്ചസ് എല്ലാം വരുന്നതോട് കൂടിയിട്ട് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ ഓവറോൾ ക്വാളിറ്റി ഓഫ് ദ മാച്ചസ് വിൽ സ്റ്റാർട്ട് ഗോയിങ് അപ്പ്. പണ്ട് ഞങ്ങളൊക്കെ കളിക്കുമ്പോൾ ഒരാൾ ബോൾ അടിക്കും, ഈ 22-20 പേരും അതിൻ്റെ പുറകെ ഓടും. അത് മാറി. ഇപ്പോൾ ബോൾ പൊസിഷൻ എന്ന് പറയുന്നതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ചെറിയ കുട്ടികൾക്ക് വരെ അറിയാം എന്താണ് ബോൾ പൊസിഷൻ എന്നുള്ള അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറേയധികം കളിയുടെ സ്റ്റാൻഡേർഡ്സ് മാറിയിട്ടുണ്ട്. അപ്പോൾ ആസ് അസോസിയേഷൻ നമ്മൾ ചെയ്യേണ്ടത് നാളേക്ക് വാട്ട് ബെസ്റ്റ് വി ക്യാൻ ഡു. അപ്പോൾ അതിൽ നമ്മൾ പല വെർട്ടിക്കൽ എടുക്കുകയാണെങ്കിൽ, ഒന്ന് കോച്ചിങ്ങിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, റെഫറിങ്ങിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, റൈറ്റ് ടൈപ്പ് ഓഫ് സ്റ്റേഡിയംസ് കൊണ്ടുവരിക. സ്റ്റേഡിയംസ് ഇൻ ദ സെൻസ്, നമുക്ക് പലപ്പോഴും മൾട്ടിപർപ്പസ് സ്റ്റേഡിയംസാണ്. ഫുട്ബോളും ഉണ്ടാവും, അതിൽ ക്രിക്കറ്റും കളിക്കാം. അപ്പോൾ വലിയ ഗ്യാപ്പാണ്, കളി കാണാനായിട്ട് വലിയ ഗ്യാപ്പ് വരും. അതേസമയം ഫുട്ബോൾ സ്റ്റേഡിയംസ് വരികയാണെങ്കിൽ ഈ കളിക്കുന്ന ആൾക്കാർക്ക് ഗാലറിയിൽ നിറയെ ആൾക്കാരും അവരെ ആരോ എല്ലാം കേൾക്കുമ്പോൾ ഇവർ എൻഡ്യൂറൻസ് എന്ന് പറയുന്നത് തന്നെ വരും. അവർ മടിച്ചു നിൽക്കില്ല. സ്റ്റേഡിയംസ് ഫില്ല് ആകുക എന്നാണ്. ഒന്ന് സ്റ്റേഡിയംസ് ഫില്ലാവണം, ആൾക്കാരുടെ ആവേശം വരണം. അത് കണ്ടു കഴിയുമ്പോൾ കുട്ടികൾ ചിലപ്പോൾ 60 minutes കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുൾ ഓഫ് ചെയ്യാൻ പറ്റിയ ആരോഗ്യമായിരിക്കില്ല. പക്ഷെ എന്നിരുന്നാലും ദേ വിൽ സ്ട്രൈവ് ടു ഡു ദാറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ വെർട്ടിക്കളിലും വാട്ട് ബെസ്റ്റ് വി ക്യാൻ ഡു എന്നുള്ളതാണ്. ബിസിനസ്സിൽ നമുക്ക് പല കാര്യങ്ങളും ഇന്നത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് നടക്കും. ഇവിടെ അങ്ങനെ നടക്കണമെന്നില്ല. പക്ഷേ വൺ ഗുഡ് തിങ് വാട്ട് ഐ ഹവ് സീൻ ഇസ് പീപ്പിൾ ആർ ഓൾ സെൻസിബിൾ. നമ്മളൊരു കാര്യം പറയുന്നതിൽ അതിലൊരു ശരിയുണ്ടെന്നുണ്ടെങ്കിൽ അവർ കേൾക്കും, അതിന് ദേ ആർ അലൈൻഡ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പീപ്പിൾ മാനേജ്മെൻറ്റ് ഇസ് പാർട്ട് ഓഫ് മൈ ഒരു ചെറുപ്പം മുതലേ ഉള്ള ഒരു സ്കില്ലായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ വലിയ വഴക്കൊന്നുമില്ലാതെ ആൾക്കാരുമായിട്ട് മുമ്പോട്ട് പോകാൻ അറിയാവുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒബ്വിയസ്ലി യു ആർ ഗ്രേറ്റ് വിത്ത് യുവർ എംപ്ലോയീസ്, റൈറ്റ്? അപ്പോൾ എംപ്ലോയീസിനോട് പറയുന്ന ടൈപ്പ് ഓഫ് ഒരു പെപ് ടോക്ക് അങ്ങനെ നമ്മുടെ ഒരു ടീമിനോട് പറയാൻ പറ്റുകയാണെങ്കിൽ വാട്ട് വുഡ് യു ടെൽ ദം? So the issue is, എംപ്ലോയീസും ടീമും ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇറ്റ്സ് ഓൾ ദ ടീം. സോ ഈ 11 players ഇൻ ദ ടീം അവർ ഒരേ മനസ്സുകൊണ്ട് പെർഫോം ചെയ്താലേ സക്സസ് അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ.
സെയിം ഈസ് ദ കേസ് വിത്ത് ബിസിനസ് ഓൾസോ. ഇപ്പോൾ ഒരു വീക്ക് ലിങ്ക് നമ്മളുടെ സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ബിസിനസ്സിനെ അത് ബാധിക്കും. സെയിം ഈസ് ദ കേസ് ഹിയർ. ഇപ്പോൾ ഒരു ടീം വർക്കിൻ്റെ ഒരു ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ യു ഷുഡ് ബി ഒരു സപ്പോർട്ടീവ് നേച്ചർ ഉണ്ടാവണം. ദർ മൈറ്റ് ബി സംബഡി ഹു മൈറ്റ് ബി സ്ലൈറ്റ്ലി അറ്റ് എ ലോവർ കേപ്പബിലിറ്റി ദാൻ യു, ബട്ട് ദെൻ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് യു ആക്ച്വലി ഒരു റെസ്പോൺസിബിൾ പ്ലെയർ ആണെങ്കിൽ എന്താ ചെയ്യുക, ആ ബേർഡനും കൂടി ഇവിടെ എടുത്ത് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൾട്ട് ഫൈൻഡിങ് ഈസ് ഈസി, ബട്ട് ടു മോട്ടിവേറ്റ് ആൻഡ് കീപ്പ് എ ടീം ഒരു എന്താ പറയുക, ഒരു നിമ്പിൾ ഫീറ്റഡ് ആയിട്ട് നിർത്തുക എന്നുള്ളത് ഒരു ഇറ്റ്സ് അത് പറ്റുന്ന കാര്യമാണ്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. Right. Anil, I want to come to you next. You were, of course, the former General Secretary of AIFF. ഇപ്പോൾ കേരളം എന്ന് പറയുന്നത് ഫുട്ബോൾ, ഓഫ് കോഴ്സ് ഞാൻ ISL ഹോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ കണ്ടു കേരള ബ്ലാസ്റ്റേഴ്സ്. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ആൾക്കാർ അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ കേരളത്തിന് നമുക്കൊരു കംപ്ലീറ്റ്ലി ഒരു ഫുട്ബോൾ ക്യാപിറ്റൽ ആക്കി മാറ്റാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിത്ത് യുവർ എക്സ്പെർട്ടീസ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? സ്റ്റെപ്സ് എന്തൊക്കെയായിരിക്കും? കേരളം ഇപ്പോൾ 1973 നമ്മൾ സന്തോഷ് ട്രോഫി നാഷണൽ ബെഞ്ച്, ആ സമയത്ത് എന്ന് പറഞ്ഞാൽ സന്തോഷ് ട്രോഫി എല്ലാ ഇൻ്റർനാഷണൽ പ്ലെയേഴ്സും കളിക്കുന്ന ഒരു ടൂർണമെൻ്റാണ്. ഇപ്പോൾ നിലവിൽ അങ്ങനെയല്ല. ഇപ്പോൾ ഐ ലീഗ് ISL വന്നപ്പോൾ ഇൻ്റർനാഷണൽ പ്ലെയേഴ്സൊന്നും അതിന് കളിക്കാറ്, അതായത് നാഷണൽ ടീമിൻ്റെ പ്ലെയേഴ്സ് കളിക്കാറില്ല. പക്ഷെ ആ കാലഘട്ടം തുടങ്ങി നമ്മളുടെ കേരള ഫുട്ബോളിന് ഒരു കൾച്ചർ ഓൾറെഡി ഉണ്ട്. നല്ലൊരു ഫാൻ ബേസും നല്ലൊരു ഫോളോവേഴ്സും ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ നാട്ടിൽ മറ്റ് സ്പോർട്സുകൾ ഇത്രയധികം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുമില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടുകൊണ്ടിരുന്ന ഒരു ഗെയിം കേരളത്തിൽ ഫുട്ബോൾ തന്നെ ആയിരുന്നു അന്ന്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുപോകലായിരുന്നു അസോസിയേഷനും ഈ പറയുന്ന ക്ലബ്ബുകൾ, അക്കാഡമികളുടെ എല്ലാവരുടേതും. അപ്പോൾ നമ്മൾക്ക് ഇതിനെ ഒരു എപ്പോഴും നമ്മളൊരു രാജ്യം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇന്ത്യനെ കാണുമ്പോൾ 36 മെമ്പർ അസോസിയേഷൻസ് അദ്ദേഹം വിത്ത് AIFF. അപ്പോൾ എല്ലാവരും ഒരേ സിമിലർ കണ്ടീഷനിലല്ല വർക്ക് ചെയ്യാൻ. എല്ലാവരും ഡിഫറെൻറ്റ് ചാലഞ്ചസിലൂടെ കടന്നു പോകുന്നവരാണ്. അവർക്ക് ജിയോഗ്രഫിക്കൽ സൈസ് ഇപ്പോൾ UP കേരള ആയിട്ട് കമ്പാരിസൺ ഇല്ല. 37 ഡിസ്ട്രിക്ട്സ് അത് ഐ തിങ്ക്, ഇഫ് ഐ എം നോട്ട് റോങ്. സോ അപ്പോൾ നമ്മളിവിടെ 14 ഉള്ളൂ. നമ്മൾ ഇഫ് യു ഗോ ടു ഗോവ സിറ്റുവേഷൻ ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. അപ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ക്ലബ്ബ് കോമ്പറ്റീഷൻ നടത്തുമ്പോൾ മിസോറാം ഫോർ എൻ എക്സാമ്പിൾ, Mizoram is just like an Ernakulam district population and the geographical size. Every player can come and play a single ground from morning till evening. They can play and go back to the home on the same day. അതായത് അവരുടെ സ്റ്റേറ്റിൽ ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന ഗ്രൗണ്ടിൽ രാവിലെ കളിക്കാൻ വന്നാൽ വൈകിട്ട് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാം. വേറെ ഇൻ കേരള നമ്മൾക്ക് ഇപ്പോൾ കേരളത്തിലുള്ള എല്ലാ കളിക്കാരെയും ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുവന്നിട്ട് തിരിച്ച് അന്ന് തന്നെ വീട്ടിൽ പോയിട്ട് പിറ്റേ ദിവസം വരാൻ പറഞ്ഞാൽ വരാൻ പറ്റില്ല. അപ്പോൾ ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ആർ ദയർ. അപ്പം നമുക്ക് ഇപ്പോൾ നമ്മളുടെ സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ് ആണ് ആവശ്യമായിരുന്നത്. അതാണ് പല കാര്യങ്ങളിലും നമ്മൾ മോഡിഫിക്കേഷൻ കൊണ്ടുവരികയും ഈ ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻസിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് പോസിബിൾ എന്താണ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്, അത്തരം കാര്യങ്ങളായിരുന്നു നമ്മൾ ഫോക്കസ് ചെയ്ത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലാണ് ഈ ഗ്രാസ് റൂട്ട് ആയാലും യൂത്ത് ഡെവലപ്മെൻ്റ് ആയാലും. അപ്പോൾ ഇതിലൊരു ബേസിക് പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റേറ്റ് 36 സ്റ്റേറ്റുകളും ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു കൺട്രി ആണെന്നുള്ള കോൺസെപ്റ്റിൽ അവർ തന്നെ അക്സെപ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യേണ്ടി വരും. അവരുടേതായ ഒരു സ്ട്രാറ്റജിക് പ്ലാൻ ഉണ്ട്. കേരളം നമ്മളുടേതായിട്ടുള്ള ചാലഞ്ചസ് കൺസിഡർ ചെയ്തുകൊണ്ട് കേരളം ഒരു കൺട്രിയാണ്, നമ്മൾ ഇൻ്റർനാഷണൽ ഫിഫ വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്യേണ്ട ഒരു പ്ലെയേഴ്സിനെ ബിൽഡപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ഒരു കളക്റ്റീവ് എഫേർട്ട് എടുത്താൽ മാത്രമേ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ഫോക്കസ് നാഷണൽ ടീമിലേക്കും നാഷണൽ ലീഗിലേക്കുമാണ്. ഇൻ്റർനാഷണൽ ലീഗിലേക്കും ഇൻ്റർനാഷണൽ ഫിഫ വേൾഡ് കപ്പിലേക്കും ആരും ഫോക്കസ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു കുട്ടീനെ ട്രെയിൻ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിരുന്നില്ല. ഇപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങളുണ്ടെങ്കിൽ പോലും. അപ്പോൾ നമ്മളുടെ ഒരു എയിമിൽ നമ്മൾ കുറച്ച് മാറ്റി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ കുട്ടികളെ ഡെവലപ്പ് ചെയ്യുന്നത് ടാലൻറ്റിൻ്റെ ക്വാളിറ്റി അസസ്മെൻറ്റ് കമ്പാരിസണൊക്കെ ചെയ്യേണ്ടത് ഇൻ്റർനാഷണൽ പ്ലെയേഴ്സുമായിട്ടായിരിക്കും. ഒരു അണ്ടർ 15 പ്ലെയർ അർജൻറ്റീനയുടെ പ്ലെയറും ബ്രസീലിൻ്റെ പ്ലെയറും ജർമ്മനിയുടെ പ്ലെയറും സംവാട്ട് ഈക്വൽ ടു ഇന്ത്യൻ പ്ലെയേഴ്സ് എന്നാണ് ആർസൻ വെങ്കർ തന്നെ കമൻറ്റ് ചെയ്തത്. കാരണം 15 വയസ്സിന് താഴെ വരെ ഇവരെ തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല.
ഇപ്പോൾ കളിച്ചാലും അങ്ങോട്ട് ഗോൾ ഡിഫറൻസിലായിരിക്കും നമ്മൾ ചിലപ്പോൾ തോക്കുക അല്ലെങ്കിൽ ജയിക്കുക. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ടൈമിൽ സഡൻ ചേഞ്ചസ് ആണ്. കാരണം അപ്പം നമുക്കത് പഠിക്കേണ്ടിയിരിക്കുന്നു, വാട്ട് എക്സാക്ട്ലി ഹാപ്പനിങ് അറ്റ് ദാറ്റ് ഏജ്, ആഫ്റ്റർ ദാറ്റ് ഏജ്. പക്ഷെ ഇങ്ങനെ അപ്പോൾ അതിന് ബേസിക്കലി ഉള്ള നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഫാമിലി കൾച്ചർ, നമ്മുടെ ഹിസ്റ്ററി, ഇതെല്ലാം ഇതിലൊരു ഫാക്ടറാണ്. നമ്മുടെ പാരൻസ് 10th-10th യു ഹാവ് ടു സ്റ്റഡി പരീക്ഷ കംപ്ലീറ്റ് അവനെ ഡൈവേർട്ട് ചെയ്യാം. നീ എങ്ങനെയെങ്കിലും 10th പാസ്സാകണം, ഗോ ടു അന്ന് പ്രീ ഡിഗ്രി, ഇപ്പോൾ +1 and +2. അപ്പോൾ ഇത് മെയിൻ ഫോക്കസാണ് കേരള കൾച്ചറിൽ. അപ്പോൾ കൾച്ചറൽ ഒരു ബാരിയർ ഉണ്ട്. വേറാസ് ഇൻ ആഫ്രിക്ക ആൻഡ് ലാറ്റിൻ അമേരിക്ക, if you go and see a parent, if we start playing a good football, then definitely they support the kids. അവർ ഓട്ടോമാറ്റിക്കലി They സപ്പോർട്ട് just ചെയ്യും. don't care about the education as a priority number 1. They consider as a second priority. സോ അതാണ് ഡിഫറൻസ്. ആ കൾച്ചറൽ ഡിഫറൻസ് നമുക്ക് ഈ എക്കോസിസ്റ്റത്തിൽ കൊണ്ടുവരാൻ പറ്റിയാൽ ഇന്റർനാഷണൽ ലെവലിൽ കളിക്കുന്ന പ്ലെയേഴ്സിനെ നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ അത് കുറെ കൂടെ മാറുന്നുണ്ട് അല്ലേ? ഐ തിങ്ക് വിത്ത് ഗ്ലോബൽ എക്സ്പോഷർ. നാഷണൽ ലെവലിൽ when I was the Secretary General of AFF, I got an opportunity to discuss with the FIFA people in Brisbane in Australia, the technical heads, including Arsene Wenger's top head of a development department from FIFA. They invited me as a special person. I mean, a special opportunity. In that discussion, what happened? Out of 205 member association in FIFA, the FIFA has allotted training centers. FIFA fully supported training centers and technical support to 27 countries to establish FIFA academies to develop talent, only to focus on talent development. And in that meeting, I requested 12 centers to be allotted to India. They don't even start at 205 countries as single centers, but whereas I requested that we need, because of the geographical size and the different culture and different kind of food and everything, so we need 12 different centers across India to create a better talent pool for Indian national team. അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്കത് പറഞ്ഞു, they will go back and come back to us, and finally they agreed to give me 5 centers. The second one is already started in Hyderabad. അത് ഞാനിരുന്ന സമയത്ത് എടുത്തൊരു ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗം. അതിൽ ഗേൾസ് ആൻഡ് ബോയ്സ് രണ്ടും ഉണ്ട്. Almost 5 crore is required to run an academy with 35 boys. In all education, everything is free of cost. Technical training, all controlled by FIFA technical experts. അപ്പോൾ നമുക്കങ്ങനെ ഒരു 12 സെൻറ്റർ ഉണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് 12 സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയിൽ, ഇപ്പോൾ ഒറീസയിലുണ്ട്, ഓൾറെഡി റണ്ണിങ് ആണ്. സെക്കൻഡ് ഹൈദരാബാദാണ്. ഇനി 3 സെൻറ്ററും കൂടെ തുടങ്ങാനുള്ള പെർമിഷൻ ഉണ്ട്. അങ്ങനെ ടാലൻറ്റ് ഡെവലപ്മെൻറ്റിലേക്ക് ഫോക്കസ് ചെയ്താൽ ഇൻ്റർനാഷണൽ ലെവലിലെ ഒരു ഗ്ലോബൽ ഫുട്ബോൾ പവർ എന്നുള്ള രീതിയിലേക്ക് ഇന്ത്യനെ എത്തിക്കാൻ പറ്റും. അതിൽ കേരള ഫുട്ബോളിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ യൂത്ത് ഡെവലപ്മെൻറ്റിൽ 15 at the age of 15 ഫ്രം ദെയർ വാട്ട് ടു ഡു എന്നുള്ളതിൻ്റെ ക്ലിയർ കട്ടൊരു പിക്ചർ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് എത്തിക്കണം. ഈ 15 കഴിഞ്ഞ് 16ലും 17ലും ഇവരൊരു ബ്രേക്കിലേക്കാണ് പോവുക. ആ ബ്രേക്കാണ് പെർഫോമൻസ് താഴത്തേക്ക് കൊണ്ടുവരുന്നത്. അത് ഡബിൾ സ്പീഡിൽ മുന്നോട്ട് പോകേണ്ട സമയമാണ് 15ൽ. ആ ഡബിൾ സ്പീഡിന് പകരം നമ്മൾ റിവേഴ്സ് ഗിയറിലേക്കാണ് പോകുക. പക്ഷേ ഇങ്ങനത്തെ ഒരു കാര്യം വരുമ്പോൾ ആൾക്കാർ സാധാരണ പറയുന്നത് ലൈക്ക് നമ്മൾ അവർക്ക് കളിക്കാൻ ഇഷ്ടംപോലെ ആഗ്രഹമുണ്ട്, ദേ ഹാവ് ദ ടാലൻറ്റ്. പക്ഷേ ആൾക്കാർ കംപ്ലയിൻറ്റ് ചെയ്യുന്ന ഒരു മെയിൻ കാര്യം ഇസ് ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. ഇപ്പോൾ യു ആർ സേയിങ് ഫിഫ ഇസ് ഗോയിങ് ടു ബി ഇൻവോൾവ്, അവർ ടാലൻറ്റ് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ബട്ട് ഇൻ ടേംസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് എങ്ങനെയാണ് കേരളം അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുക കുറച്ചും കൂടെ ഇപ്പോൾ ഒരു കൺസിഡറബിൾ എഫേർട്ട് നടക്കുന്നുണ്ട്. സൂപ്പർ ലീഗ് കേരളയുടെ ഇൻവെസ്റ്റേഴ്സ് ആയിക്കോട്ടെ, അതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരെല്ലാവരും നല്ല രീതിയിൽ. നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതെടുത്ത് നമുക്ക് എല്ലാ ജില്ലകളിലും ചെറിയ ഫുട്ബോൾ സ്റ്റേഡിയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി മെയിൻ്റനൻസിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ നമ്മൾ ടാലൻറ്റ് ഡെവലപ്മെൻറ്റിന് ഇപ്പം മിനി ഗ്രൗണ്ടുകളിൽ ട്രെയിൻ ചെയ്ത കുട്ടിയാണെങ്കിലും വീക്കിലി ഒരു 2-3 മാച്ചസ് കളിക്കാൻ പറ്റുന്ന ഒരു മെയിൻ ഗ്രൗണ്ട് ഉള്ള സ്ഥലത്തുള്ള ഒരു ട്രെയിനിങ് സെൻറ്ററിലേക്ക് കുട്ടികളെ കൊണ്ടുപോകണം. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കളക്റ്റീവ് എഫേർട്ട് വേണം. ടാലൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വലിയൊരു ടാസ്ക്കാണ്. അതായത് സ്കൗട്ടിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു പ്രശ്നം. ആ സ്കൗട്ട് ചെയ്ത കുട്ടികളെ നമ്മൾ
കറക്റ്റ് സ്ഥലത്ത് എത്തിച്ചു കൊടുക്കാൻ ഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം വേണം. ആ കുട്ടികളെ അവിടെ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യുന്നുള്ളൂ. ആ ട്രെയിൻ ചെയ്യുന്ന കുട്ടികളുടെ പെർഫോമൻസ് ഇവാലുവേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം ആയിട്ട് എൻ്റെ കുട്ടീനെ പരിശീലിപ്പിക്കുന്നു എന്ന് പാരൻസ് പറയും. ഒരു സെലക്ഷൻ ഇറങ്ങുമ്പോൾ ആ കുട്ടിക്ക് സെലക്ഷൻ കിട്ടാത്തപ്പോൾ പാരൻസിൻ്റെ കംപ്ലൈൻറ്റ് 2 വർഷമായിട്ട് എൻ്റെ കുട്ടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവന് സെലക്ഷൻ കിട്ടിയില്ല എന്ന് പറയുന്ന പല കംപ്ലൈൻറ്റുകളും ഞങ്ങൾ കേൾക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ കോച്ചസും ഒരേപോലെ അല്ല ട്രെയിൻ ചെയ്യുന്നത്. കോച്ചസിൻ്റെ ക്വാളിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടാവും. ഈ കുട്ടിക്ക് കിട്ടുന്ന ടൈം, അതായത് ആക്ച്വൽ ട്രെയിനിങ് ടൈം ഉണ്ട്. ചിലപ്പോൾ ആ കുട്ടി അവിടെ രാവിലെ പോയിട്ടുണ്ടാവും, പക്ഷെ അവന് പ്ലേയിങ് ടൈം എത്ര കിട്ടി എന്നുള്ളത് ആരും അസസ്മെൻ്റ് എടുക്കാറില്ല. അപ്പം ഇപ്പോൾ പണ്ടത്തിൽ നിന്ന് വ്യത്യസ്തമായ അക്കാഡമികളിലൊക്കെ ഇതിനൊക്കെ ഒരു പ്രോപ്പർ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു സംവിധാനവും ഇവാലുവേഷനും മോണിറ്ററിംഗ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അത് എല്ലാവർക്കും ആ സ്ഥലത്ത് പോയി ട്രെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇൻഫ്രാസ്ട്രക്ചർ ചാലഞ്ച് ഉണ്ട്, അത് റിയാലിറ്റിയാണ്. പക്ഷെ ഒരു പരിധി വരെ ഇത്തരത്തിലുള്ള ഇനിഷ്യേറ്റീവിൽ വരുന്ന പുതിയ ക്ലബ്ബുകൾ അവരുടെ ട്രെയിനിങ് സെൻറ്റേഴ്സും അക്കാഡമീസും എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതാണ് ഇതിൻ്റെ ഒരു നമ്മൾ ഏതൊരു ഇൻഡസ്ട്രി എടുത്താലും, ഏതൊരു സ്ഥാപനം, ഒരു ബിസിനസ് എടുത്താലും ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടെങ്കിലാണ് ബിൽഡിങ് കയറ്റിപ്പൊക്കാൻ പറ്റുള്ളൂ. ഇവിടെയുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഇത് വളരെ എക്സ്പെൻസീവ് ടൈം കൺസ്യൂമിങ് ആണ് ഗ്രാസ് റൂട്ട് ബിൽഡപ്പ് ചെയ്യുക, ഫൗണ്ടേഷൻ ബിൽഡപ്പ് ചെയ്യുക. എല്ലാവരും പെട്ടെന്ന് ആന്ന് പറയും, പിന്നെ വിട്ടുകളയും. കാരണം അവർക്ക് ഇമ്മീഡിയറ്റ് റിക്വയർമെൻറ്റ് മറ്റു പലതിലും ഫോക്കസ്ഡ് ആണ്, ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉള്ളതുകൊണ്ടാണ്. പക്ഷേ അവർക്ക് അറിഞ്ഞുകൂടാ ഇതാണ് അവരുടെ സർവൈവലിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഏരിയ. ഇവിടെ അവരൊന്നും ചെയ്യാതെയാണ് അവർ പോയി മറ്റിടത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ടാലൻറ്റിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് ആളുകളെ കൂടുതൽ കോസ്റ്റ് കൊടുത്ത് വിളിക്കേണ്ട അവസ്ഥയിലേക്ക് വരും. അപ്പോൾ എൻ്റെ റണ്ണിങ് കോസ്റ്റ് വീണ്ടും കൂടുമ്പോൾ ഈ ലീഗിൽ ഞാൻ സസ്റ്റെയിൻ ചെയ്യാൻ പിന്നെയും കിടന്ന് ബുദ്ധിമുട്ടും. നമ്മുടെ ഇവിടെ FC കൊച്ചിൻ, വിവാ കേരള അടക്കമുള്ള പല ക്ലബ്ബുകളും നാഷണൽ ലെവലിൽ നല്ല എക്സലൻറ്റ് പെർഫോമൻസിൽ നിന്നിരുന്നവരാണ്. ഇവരൊക്കെ തകർന്നു പോയതിൻ്റെ ഒരു സ്റ്റഡി ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഇവർക്ക് ആ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സെറ്റപ്പിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ആ ഒരു പോരായ്മ, പിന്നെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സൊക്കെ ചെയ്ത ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് ഒരു ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്തല്ലോ. അപ്പോൾ അതേപോലെ നമുക്കിതെല്ലാം കൂടി ചെയ്യേണ്ട ഒരു സംവിധാനമുണ്ട്. അപ്പോൾ അതിനൊരു കളക്റ്റീവ് എഫേർട്ട് വേണം. ഇതെല്ലാം കൂടെ, അപ്പോൾ ആ ഒരു ഫൗണ്ടേഷൻ സ്ട്രോങ് ആയാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഡെവലപ്മെൻറ്റിന് ഒരു കോൺട്രിബ്യൂഷന് കിട്ടുള്ളൂ. ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ടിന് പൈസ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇവരുടെ കോസ്റ്റ് കുറച്ച് കൊടുക്കണം ടീം ബിൽഡപ്പിന്. അപ്പോൾ ടാലൻറ്റ് പൂള് കൂടും തോറും ടീം ബിൽഡപ്പിനുള്ള കോസ്റ്റ് കുറയുമ്പോൾ ആ പൈസ അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ട്രെയിനിങ് സെൻറ്റേഴ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഗുഡ് തിങ് ഇസ് ദാറ്റ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു വർഷത്തിൻ്റെ ഗ്യാപ്പിൽ we will have at least 12 academies വരുന്നുണ്ട്. And these are all academies who are putting good amount of money into it. And thanks to some of the corporates who are supporting it by way of അതായിരുന്നു എൻ്റെ നെക്സ്റ്റ് CSR. ക്വസ്റ്റ്യൻ ടു യു. ആസ് എൻ ഇൻവെസ്റ്റർ, ഇപ്പോൾ ഇദ്ദേഹം ഹീസ് ടോൾഡ് us about the football perspective or the coach perspective or the reality of that situation. But as an investor, ഇപ്പോൾ നമ്മൾ മറ്റ് ഇൻവെസ്റ്റേഴ്സ് ഇത് കാണുന്നുണ്ടെങ്കിൽ, കാരണം ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്പോർട്ട് ടു ബി ഡെവലപ്ഡ്, അതായത് ഒരു ലോങ് ടേം റണ്ണിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആസ് എൻ ഇൻവെസ്റ്റർ, what would you like to tell people? അല്ലെങ്കിൽ what is your take on it? So ഇതിൽ one has to look at it. Also adding on, കാരണം when we spoken to people, they said the ROI is very slow. Yeah. But as an investor, So ഇതൊരു it's not just getting players and മാച്ച് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഇതിന് പല വേർട്ടിക്കളുണ്ട്. അപ്പോൾ ആ പല വേർട്ടിക്കൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ അനിൽ നേരത്തെ സൂചിപ്പിച്ച് ഗ്രാസ് റൂട്ട് ലെവൽ ഇൻ്റർവെൻഷൻ. അപ്പോൾ ഓരോ വേർട്ടിക്കളിനും ഒരു ഗെയിം പ്ലാൻ ഹാസ് ടു ബി ദെയർ. അപ്പോൾ സ്റ്റേഡിയം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫാൻ ബേസ് കൂടും. സ്റ്റേഡിയംസ് വിൽ ബിക്കം എ പ്ലേസ് ഫോർ പീപ്പിൾ ടു കണക്ട് ആൻഡ് ഇറ്റ് ബിക്കംസ്. നമ്മളുടെ ഇവിടെ എന്താണ് എൻ്റർടൈൻമെൻ്റ് ഉള്ളത്? അതർ ദാൻ സിനിമ ദർ ഇസ് നോ എൻ്റർടൈൻമെൻറ്റ്. മോളിൽ പോകാം എന്നൊക്കെ ഉള്ള അല്ലാതെ വേറെ ദർ ഇസ് നോ എൻ്റർടൈൻമെൻറ്റ്. സോ സ്റ്റേഡിയംസ് ആർ പ്ലേസ് വെർ പാരൻസ് വിൽ ബി ഏബിൾ ടു ബ്രിങ് ഇൻ കിഡ്സ്. ആ കിഡ്സിന് അവിടെ വന്ന് കളിക്കാനും അവർക്ക് എൻഗേജ് ചെയ്യാനായിട്ടുള്ളൊരു അവസരം ഉണ്ടാവും. ആൻഡ് ദെൻ ദേ സീ ദ ടീം ദെയർ. ദെൻ ആ ടീമിൻ്റെ മെർച്ചൻഡൈസും മെർച്ചൻഡൈസിൻ്റെ എല്ലാം ഇത് കൂടുമ്പോൾ നോർമലി ഒരു 300 rupees വില വരുന്ന ഒരു ടീഷർട്ട്, ഒരു ജേഴ്സി ഒരു ടീമിൻ്റേതാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി 1500. അപ്പോൾ
പല വേർട്ടിക്കൾ ഒരേപോലെ കാണേണ്ട ഒരു സ്ഥിതിയുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു ഗുണം, ദർ ഇസ് ലോട്ട് ഓഫ് വ്യൂവർഷിപ്പ് ഇൻട്രസ്റ്റ് ഇൻ ദിസ് പെർട്ടിക്കുലർ തിങ്. ഈ വ്യൂവർഷിപ്പ് ഇൻട്രസ്റ്റിനെ നമുക്ക് എങ്ങനെ ഒരു സ്പോൺസർഷിപ്പ് പൊസിഷനിലേക്ക് എത്തിക്കാൻ പറ്റും? അത് എത്തിക്കണമെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ മുഴുവൻ നിറയെ ജനം ഉണ്ടാവണം. ജനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമ്പനീസ് വിൽ സ്റ്റാർട്ട് അഡ്വർടൈസിങ്. This is a catch 22 അല്ലേ? നമ്മളിപ്പോ ഒരു സാധനം ഇപ്പൊ ടാലന്റ് വന്നു കഴിഞ്ഞാൽ സ്റ്റേഡിയംസ് ഇംപ്രൂവ് ആവാനുള്ള കോൺഫിഡൻസ് ഉണ്ട്. സ്റ്റേഡിയംസ് ഇംപ്രൂവ് ആയാൽ ആൾക്കാർ കാണാൻ വരും. അഗൈൻ വി വർ ഹാവിംഗ് another conversation. കാര്യം പറയുമ്പോൾ men will obviously come and see the match and go. How do you drive families into the stadium? So you'll have to have good toilets, നല്ല ഫെസിലിറ്റീസ് കൊടുക്കാൻ പറ്റുന്ന. ഇറ്റ് ഷുഡ് ബി നീറ്റ് ആൻഡ് ക്ലീൻ. പാരൻസിന് തോന്നണം ഇതൊരു ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. വൈകുന്നേരം പോയാൽ എനിക്കൊരു 2 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോരാം. കിഡ്സ് വിൽ ഓൾസോ ബി ഹാപ്പി എന്ന് ഉള്ളൊരു ഫീൽ. ഈ ചെറിയ കുട്ടികൾ ഈ ആവേശം കണ്ടിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഒരു ലൈഫ് ലോങ് ഇതാണ്. ആ ടീമുമായിട്ട് വെഡഡ് ആണ് അവർ. അതിനെയുള്ള പുറത്തെല്ലായിടത്തും നടക്കുന്നത്. കാരണം ഇവിടെ ഒരു കൾച്ചർ വരാൻ വേണ്ടിയിട്ടാണ്. അതിനിപ്പോ നമ്മള് ഒരു ബേബി ലീഗ് എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസെപ്റ്റ് ഓൾ ഇന്ത്യ ഫെഡറേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഞാൻ പോകുന്നതിന് മുമ്പാണ്. അത് ഓൾറെഡി നമ്മളിവിടെ കുറെ നടത്തിയിട്ടുള്ളതാണ്. അതൊരു 6 to 12 years കിഡ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ആക്ച്വലി അത് കേരളത്തിലുള്ള എല്ലാ അക്കാഡമീസും എല്ലാ ഫുട്ബോളുമായി കണക്ട് ചെയ്തിട്ടുള്ള സ്കൂൾസിലും അത് ഇംപ്ലിമെന്റ് ചെയ്താൽ നമ്മളുടെ ഫാൻ ബേസിന്റെ ആ ഒരു റീച്ച് നല്ല രീതിയിൽ കൂടും. കാരണം ആ ഏജിൽ കുട്ടി കളിക്കണം എന്നുണ്ടെങ്കിൽ പാരൻസും കൂടെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നാച്ചുറലി അവരും കൂടെ അതിലേക്ക് ഇൻവോൾവ് ചെയ്ത് വരുത്താനായിട്ട് നമുക്ക് സാധിക്കും. അതിൽ കുറേ കുട്ടികൾ മെയിൻ സ്ട്രീം ഫുട്ബോളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവരാനും അക്കാഡമികളിലേക്ക് നമുക്ക് എത്തിക്കാനും പറ്റും. ഇനി ഇവരൊന്നും പ്രൊഫഷണലി എക്സൽ ചെയ്തില്ലെങ്കിലും ഒരു ഹെൽത്തി സൊസൈറ്റി ഉണ്ടായി വരും. ബിക്കോസ് ആസ് ഓഫ് നൗ ഇപ്പോൾ കുട്ടികളൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കുന്നു. അവർ ഈ മൊബൈലിൽ തന്നെ അത് മാറി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ആക്റ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാവും. കുറച്ചും കൂടി ഒരു അജിലിറ്റി ഒക്കെ കൂടും. അതെല്ലാം നമുക്ക് ഇതിലൂടെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഇതിലൂടെ നോട്ടീസ് ചെയ്യുന്ന മറ്റൊരു ട്രെൻഡാണ് ലൈക്ക് കുറെ കൂടി ഫീമെയിൽസ് ലൈക്ക് ഗേൾസ് ആർ ഗെറ്റിംഗ് വെരി ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ ദി സ്പോർട്ട് അല്ലേ? ബിക്കോസ് ലോട്ട് ഓഫ് ഫീമെയിൽ ബ്ലോഗേഴ്സ് ആർ ടോക്കിംഗ് അബൌട്ട് ഫുട്ബോൾ ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. നമുക്ക് ഈ വിമൻ കുറച്ചും കൂടെ പുഷ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമ്മള് ഇപ്പൊ ഇന്ത്യൻ ഫുട്ബോളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വുമൻസ് ആർ doing much better. Yes. That is the best part of it. അതിലൊരു പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ AFCയുടെ ഫൈനൽ റൗണ്ടിലേക്ക് നമ്മൾ ക്വാളിഫൈ ചെയ്തു. അത് മലയാളി ഫ്രം അതിൽ മാളവിക എന്ന് പറഞ്ഞൊരു കുട്ടി കളിക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ടെക്നിക്കൽ സ്റ്റാഫുകളും അല്ലാത്തവരും ഒക്കെ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 3 ടീം ഏജ് കാറ്റഗറിയിൽ കളിച്ച 3 ടീമും ഗേൾസിൻ്റെത് നല്ല രീതിയിൽ നാഷണൽ ലെവലിൽ ഇമ്പ്രൂവ്മെന്റ് കാണിച്ചിട്ടുണ്ട്. ഫിഫ റാങ്കിങ്ങിലും മെൻസിനേലും വളരെ 68 ആണെന്ന് തോന്നുന്നു അറ്റ് പ്രസന്റ് നമ്മളുടെ ഇത് കമ്പയർഡ് ടു 133 മെൻസ്. അപ്പോൾ വളരെ ബെറ്റർ റാങ്കിങ്ങിലാണ്. അപ്പോൾ നമ്മൾ മെറിറ്റിൽ തന്നെ വിമൻസ് ഫിഫ ഫൈനൽ റൗണ്ട് വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ കുറേ കൂടി സാധ്യത കൂടുതൽ കാണുന്നതുകൊണ്ട് ഓൾ ഇന്ത്യ ഫെഡറേഷൻ നല്ല രീതിയിൽ അതിനൊരു വിമൻസ് ലീഗ് ആയിക്കോട്ടെ, യൂത്ത് ഉണ്ട് ഇതിൽ. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഖേലോ ഇന്ത്യയുടെ ഇതിൽ അസ്മിത ലീഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേരള ഫുട്ബോൾ അസോസിയേഷനും ഇവിടെ നിരന്തരം എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഇവൻ്റാണ്. അതുപോലെ തന്നെ കേരള വിമൻസ് ലീഗ് കേരള ഫുട്ബോൾ അസോസിയേഷൻ ഓൾറെഡി നടത്തുന്നുണ്ട്. കുറച്ചും കൂടി എഫേർട്ട് സ്കൂൾ തലത്തിൽ കുട്ടികളെ കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട്സും കൂടി ഈ ക്ലബ്ബുകളുടെയും ഈ പറയുന്ന അസോസിയേഷനുകളുടെയും ഒരു കളക്റ്റീവ് എഫേർട്ട് വരികയാണെങ്കിൽ ഗേൾസിൻ്റെ സെക്ടറിൽ നല്ല രീതിയിൽ കേരള ഫുട്ബോളിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഉറച്ച വിശ്വാസം. കാരണം അത് ഇൻ്റർനാഷണൽ ലെവലിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാച്ച് നടന്നത് മിക്ക മാച്ചിലും നമ്മളുടെ കുട്ടികൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻ്റർനാഷണൽ ലെവലിൽ കോമ്പറ്റീറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഉള്ള ഒരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബേസിക് സ്ട്രക്ചർ ഉണ്ട്, ബോഡി സ്ട്രക്ചർ യൂറോപ്യൻസിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും ഹയർ ലെവലിലേക്ക് കോമ്പറ്റീറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിനുള്ള എഫേർട്സും സ്റ്റഡി നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പെൺകുട്ടികളുടെ ഒരു ഫിഫ അക്കാഡമി ഹൈദരാബാദ്, ആൺകുട്ടികളുടെ ഒപ്പം തന്നെ ഒരു ബാച്ച് പെൺകുട്ടികളുടെയും തുടങ്ങി. അപ്പോൾ ഇതെല്ലാ സ്ഥലത്തും അത്തരത്തിലുള്ള അക്കാഡമികൾ വരേണ്ടതുണ്ട്. നല്ല പ്രോപ്പറായിട്ടുള്ള ഒരു ട്രെയിനിങ് ഫെസിലിറ്റിയോട് കൂടിയുള്ള ഒരു മോണിറ്ററിങ്ങും ആവശ്യമാണ്. ടാലന്റ് വന്നു കഴിഞ്ഞാൽ സ്റ്റേഡിയംസ് ഇംപ്രൂവ് ആവാനുള്ള കോൺഫിഡൻസ് ഉണ്ട്. സ്റ്റേഡിയംസ് ഇംപ്രൂവ് ആയാൽ ആൾക്കാർ കാണാൻ വരും. അഗൈൻ ഇവർ ഹാവിംഗ്
Men will obviously come and see the match. How do you drive families into the stadium? So you'll have to have good toilets, നല്ല ഫെസിലിറ്റീസ് കൊടുക്കാൻ പറ്റും. It should be instantly. പാരൻസിന് തോന്നുന്ന ഇതൊരു ഡ്രൈവ് ഒരു എന്റർടൈൻമെന്റ് ആയിരിക്കും. വൈകുന്നേരം പോയി എനിക്ക് 2 മണിക്കൂറോടെ സ്പെൻഡ് ചെയ്തതിന് പോലെ കിഡ്സ് വിൽ ഓൾസോ ബി ഹാപ്പി എന്ന് വിളിക്കും. ഈ ചെറിയ കുട്ടികൾ ഈ ആവേശം കണ്ടിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഒരു ലൈഫ് ലോങ് ഇതാണ്. ആ ടീമുമായിട്ട് വെണ്ടഡാണ് അവര്. അതിന്റെയാണല്ലോ പുറത്തുനിന്ന് നടക്കുന്നത്. ഇവിടെ ഒരു കൾച്ചർ വരാൻ വേണ്ടിയിട്ടാണല്ലോ. അതിനിപ്പോ നമ്മള് ഒരു ബേബി ലീഗ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഓൾ ഇന്ത്യ ഫെഡറേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഞാൻ പോകുന്നതിന് മുമ്പാണ്. അത് ഓൾറെഡി നമ്മളിവിടെ കുറെ നടത്തിയിട്ടുള്ളതാണ്. അതൊരു 6 to 12 years കിഡ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ആക്ച്വലി അത് കേരളത്തിലുള്ള എല്ലാ അക്കാഡമീസും എല്ലാ ഫുട്ബോളുമായി കണക്ട് ചെയ്തിട്ടുള്ള സ്കൂൾസിലും അത് ഇംപ്ലിമെന്റ് ചെയ്താൽ നമ്മളുടെ ഫാൻ ബേസിന്റെ ആ ഒരു റീച്ച് നല്ല രീതിയിൽ കൂടും. കാരണം ആ ഏജിൽ കുട്ടി കളിക്കണം എന്നുണ്ടെങ്കിൽ പാരൻസും കൂടെ സപ്പോർട്ട് ചെയ്യണം. നാച്ചുറലി അവരും കൂടെ അതിലേക്ക് ഇൻവോൾവ് ചെയ്ത് വരുത്താനായിട്ട് നമുക്ക് സാധിക്കും. അതിൽ കുറേ കുട്ടികൾ മെയിൻ സ്ട്രീം ഫുട്ബോളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവരാനും അക്കാഡമികളിലേക്ക് നമുക്ക് എത്തിക്കാനും പറ്റും. ഇനി ഇവരൊന്നും പ്രൊഫഷണലി എക്സൽ ചെയ്തില്ലെങ്കിലും ഒരു ഹെൽത്തി സൊസൈറ്റി ഉണ്ടായി വരും. ബിക്കോസ് ആസ് ഓഫ് നൗ ഇപ്പോൾ കുട്ടികളൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കുന്നു. അവര് അതിന് അത് മാറി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ആക്റ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാകും. കുറച്ചും കൂടി ഒരു ആക്ടിവിറ്റി ഒക്കെ ഫോളും. അതെല്ലാം നമുക്ക് ഇതിലൂടെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. Alright, gentlemen, നമ്മൾ ഒരു ഫൺ സെഗ്മെന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ആൻഡ് ദിസ് ഇസ് a കുട്ടി റാപ്പിഡ് ഫയർ വേർ വി ആസ്ക് യു ഇൻ സിമ്പിൾ ക്വസ്റ്റ്യൻസ്. യു ക്യാൻ ജസ്റ്റ് സേ പെട്ടെന്ന് ആൻസർ ചെയ്യണം. ആൻഡ് ഇൻ കേസ് ഏതെങ്കിലും ഒരു പോയിന്റിൽ എലാബറേറ്റ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പ്ലീസ് ഫീൽ ഫ്രീ ടു ഡു സോ. ഓക്കെ, I'll ask you both the same question, but one by one you all will answer. Okay, ready? 5, 4, 3, 2, 1. Okay, Messi or Ronaldo? മെസ്സി. Ooh, he's coming. Okay, favorite Kerala stadium? കാലിക്കറ്റ്. Calicut. Okay. കൊച്ചി. Okay, all right. Which European club do you support? Tick, 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 tick. മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. Oh, Man U fans. തീർന്നു. What about? ചെൽസി. Okay, okay, all right. One Kerala dish you'd serve a foreign player. ചിക്കൻ ബിരിയാണി. Oh, thank God. And you? അപ്പം സ്റ്റൂ. ഇതുവരെ നമുക്ക് ഫിഷ് ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അതിൽ നിന്നൊരു മാറ്റം. ഓൾ റൈറ്റ്. ഇഫ് SLK ഹാഡ് എൻ ആന്തം, ഏത് സിംഗർ ആയിരിക്കും കേരളത്തിൽ വുഡ് യു വോണ്ട് ടു ബി എ പാർട്ട് ഓഫ് ദാറ്റ്? സിദ് ശ്രീറാം, റൈറ്റ്? ഓ, സിദ് ശ്രീറാം. Okay, right. Okay, so ഡിഫറെന്റ് വോയിസ്. nice, interesting. Actually, that would be very interesting, right? So, what's more nerve-wracking, a penalty shootout or a boardroom pitch? പെനൽറ്റി ഷൂട്ട്. രണ്ടും കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഓക്കെ, ഏത് കേരളത്തിന്റെ ഏത് ടൗൺ ആണ് ഹാസ് എ ക്രേസിയസ്റ്റ് ഫുട്ബോൾ വൈബ്? ഇറ്റ്സ് മലപ്പുറം. ഓഫ് കോഴ്സ്, നോ ഡൗട്ട് അല്ലേ. VAR, is it a blessing or a curse? It brings in a bit more sense to the game. It's a blessing. Need improvement, but it's a plus. I want to know that. When you Yes, say it's a blessing. okay. If you had to invest in another sport in Kerala, which one would it be? Basketball. All right. Okay. So green card or red card, right? You should just tell me whether it's green if you approve or red card if you don't approve. SLK should expand beyond 6 teams in the next 3 years. Green. Green. Okay. More private sector investment in the stadiums is the way forward. Green. Green. Kerala needs a centralized football academy run by the league. Run by league. Run by the league. No. Red card? Red. Card. Okay. I would love to know why though. Okay, Kerala players should be encouraged to go abroad rather than just Indian Super League. Green. Green. Every SLK team should run compulsory grassroots programs. Green. Okay. Kerala football must adopt more sports science and analytics. Green. Green. Okay, അതിനുള്ള മെഷേഴ്സ് എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ? Lot of things are Lot of happening. things, Do you want to tell us quickly? Actually, the sport analytics means it's a core of the performance evaluation. When you get a kid on the training page, you should know what is the level of his capacity at the moment. After 1 year training, what is the difference he made or what is the difference he achieved. So for that analytics is important for us. Nowadays, there is a lot of softwares are available.
for identifying the weakness and the challenges he is facing while undergoing this training on the pitch. So these are very important area which we have tie up with some of the software companies, and most of the clubs playing in the National League already started implemented these things in their training program. All right. So that is the Okay, perfect. So we will continue the conversation with Anil because Nawaz has to leave us. So sad. But thank you for a Thank you. fun, enriching conversation. Thank you for making this a very cool discussion. Thank you. Thank you. നമുക്കൊരു ബിസിനസ് ആംഗിൾ കിട്ടി. We also got the importance of development that is required. So overall, I'm sure നമ്മുടെ audience has been a great takeaway. Thank you, and we'll continue the conversation with you. thank you. This is turning out to be quite an insightful conversation. നമുക്ക് ഒരുപാട് ടിഡ്ബിറ്റ്സ് ആണ് ഇതിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റുന്നത്. But Anil Kumar as a person has a lot of information to share. So I'm going to bring him into a special separate episode. So all of you stay tuned for part 2.